കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോരും കനവിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കനവിന്നഴകേ. അയ്യോ, എന്റെ കിളിയെ കാണാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കിളിയെ കാണാൻ പറ്റുന്നില്ല എനിക്ക്. എന്റെ കിളി എന്റെ കല്ലേക്കാട്ട് നീലി കണ്ണി എത്ര നേർക്കാ കുരുവാ ഞാനിവിടെ നെട്ടക്കോല് പോലെ നിൽക്കുന്ന കാണാൻ എടി, നീ ലോക സിനിമയിലെ ചന്ദ്രയാണെന്നും കല്ലേങ്കാട്ട് നീലയാണെന്നും എനിക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലെ നിന്റെ ഈ കോസ്റ്റ്യൂം കൊണ്ട് ഇവർക്ക് ആർക്കും മനസ്സിലാവൂല. അതുകൊണ്ട് ഞാൻ കൈ നിട്ട് കളിച്ചത്. നിന്നെ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂന്ന് ആര് പറഞ്ഞു? ഞാൻ കുറെ നേരം കൊണ്ട് ഒരുത്തായിരുന്നു എന്റെ കണ്ണിറുക്കി കാണിക്കുന്നില്ല അവൻ. എടേ കുട്ടികളെ നിനക്ക് എന്തടേ? ഞാൻ വിചാരിച്ചു എന്റെ പുണ്യ ചേച്ചി കേൾക്കണം. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഇവളെ കാണാൻ പറ്റുള്ളൂ. ഇവൻ പ്രയത്നം വെറുതെ വിടൂല ഏട്ടാ. അങ്ങോട്ട് മാറി അങ്ങോട്ട് നോക്കണ്ട. തല കറങ്ങുന്നു. ഒരു മിനിറ്റ് എന്നാ ചോര ജ്യൂസ് കുടിച്ചോ. നീലി, നിന്നെ കണ്ടപ്പോ തൊട്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. നീ ഈ പോസിറ്റീവ് ബ്ലഡ് മാത്രം കുടിക്കുന്നത്? വന്ന് കേറിയപ്പോ തന്നെ അവനങ്ങ് നെഗറ്റീവ് അടിച്ചോളാം വയ്യവന്. അതല്ല, ഒരാഴ്ച കൊണ്ട് ഞാൻ വയറുവേദന കൊണ്ട് കിടന്ന് അനുഭവിക്കുന്നു. എന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഏതെന്നറിയാമോ? ഇതാണ് ഇട്ടിച്ചൻ ഡോക്ടറിന്റെ കൺസൾട്ടിംഗ് റൂം. ഇട്ടിച്ചൻ ഡോക്ടറിന് പറഞ്ഞാണ്ടല്ലേ പറഞ്ഞ ഇപ്പൊ അങ്ങേര് വല്ലതും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വിളിച്ചാൽ നമ്മൾ നിന്ന് കൊഴുക്കും. 35 ടോക്കണൊക്കെ വിളിക്കുന്നത്. ടോക്കൺ എടുത്തോട്ട് വന്നാ? ഇല്ല. 39 41. ഡോക്ടറെ, എന്തിനാ എഴുതി കുറിച്ച് കിടക്കുന്നത്? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താലും അളന്ന് കുറിച്ച് ചെയ്യണോ. അമ്മ അതേപോലെ കേൾക്കണം കേട്ടാ. പിന്നെ ഞാൻ ചോദിക്കാൻ ഇത് ഈ സിസ്റ്റർമാരൊക്കെ ഐ ഡി കാർഡ് ഇട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, നിങ്ങൾ എന്തിനാണ് ഈ ഐ ഡി കാർഡ് ഇട്ട് നടക്കുന്നത്? ഞാൻ ഐ ഡി കാർഡ് ഇട്ടിട്ടില്ല. അയ്യോ, ഇത് കത്രിക. അതെന്തിനാ കത്രിക കഴുത്തി കെട്ടിട്ട് നടക്കുന്നത്? ഞാൻ ഓപ്പറേഷൻ ചെയ്യൂലേ, ഇതെങ്ങനെ അവിടെ മറന്ന് വെച്ചാ അകത്ത് പോണം. മറക്കാതിരിക്കാനാണ് കെട്ടിയിട്ടുണ്ട് നടക്കണ. അങ്ങനെ ബൈ ദ വൈ, നീ ആരാണ്? എന്റെ പേര് കരിവാരം കൊണ്ട് ഗോപി. നീ കരിവാരി കൊണ്ടോ അവ ചാമ്പല് വാരി തിന്നെ, അതൊക്കെ നിന്റെ ഇഷ്ടം. പേരാണ് പറഞ്ഞത്. ഞാൻ കരിവാരം കൊണ്ട് ഗോപി. നാട്ടുകാർ എന്നെ ഗോപിയെന്ന് വിളിക്കും. വിളിച്ചില്ലെങ്കിൽ ഞാൻ കേൾക്കൂല. ഞാൻ കേറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും. എന്റെ പേരാണ് പറഞ്ഞത്, ഇട്ടിച്ചാൻ കേറ്റ്. അതെനിക്ക് അറിയാലോ. വരോ, എന്തിനു നിക്കണം, ഇരുന്ന് സംസാരിക്കാലോ. ഡോക്ടറെ, എനിക്കിരിക്കാൻ സ്ഥലമില്ല ഏട്ടാ. അവനെ അപേക്ഷിച്ച് ഞാൻ ഇരിക്കുമ്പോ ഈ കസേര ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ നിന്ന് സംസാരിക്കാൻ വരൂ. അതാണ് നല്ലത്. പ്രശ്നം പറയൂ, പ്രശ്നം. അതായത് ഡോക്ടറെ, എന്റെ കൂടെ ഒരു കക്ഷിയുണ്ട്. അതാര്? ഒരു യക്ഷി. അപ്പൊ ഭാര്യനെ കൊണ്ടുവന്ന് വെളിയിൽ നിർത്തിയേക്കണ, വിളിച്ച അകത്തോട്ട് കേട്ട. അതല്ലെന്ന്, എന്റെ കൂടെ ഒരു യക്ഷി ഉണ്ട്, ഒരു ഒറിജിനൽ പ്രേതം. ഒഴുകി വരുന്നു. ഒരുത്ത ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ എന്തൊരു വിഷ്വൽ ഇട്ട് കളിക്കുന്ന പ്രേതമാണ് പോലും, പ്രേതം. ഡോക്ടർ, നീ പറഞ്ഞ എനിക്ക് വിശ്വാസമൊന്നും ആയില്ല. എന്നാലും നീ ആണി വല്ലതും വലിച്ചു ഊരിയാ? എന്റെ പൊന്നെ, എന്താ നിങ്ങൾ സിദ്ധം തന്നെ ഏട്ടാ. പിന്നെ അല്ലേ, നിങ്ങൾ എന്റെ കണ്ണി നോക്കി മനസ്സിലാക്കി കളഞ്ഞില്ല എന്റെ കാലി ആനയുണ്ടെന്ന്. ഊരാൻ പറ്റുമോ? നിന്റെ കാലാണി രഹസ്യമല്ല ചോദിച്ചാ, എവിടെയെങ്കിലും തറച്ചു വെച്ചിരുന്ന ആണി വലിച്ചു ഊരിയാടാ? ഇല്ല. പിന്നെ നിനക്ക് ഈ സാധനത്തിന് എവിടെ നിന്ന് കിട്ടി? ഡോക്ടർ കേട്ടിട്ടില്ലേ, ഈ ഓൺലൈൻ ഷോപ്പ് ചെയ്ത സമയത്ത് സാധനം മാറി വന്നു. അതായത് ഈ ഫോണിന് വരെ സോപ്പ് പൊട്ടി വന്ന്, ഹെഡ്ഫോണിന് വരെ കല്ല് വന്ന് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഞാൻ എലാസ്റ്റിക് ഓർഡർ ചെയ്താണ്. അപ്പൊ എനിക്ക് മാറി വന്ന പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പൊ അവര് തന്ന കറക്റ്റ് സാധനം അങ്ങനെ ഇപ്പൊ വലിച്ചോണ്ടിരിക്കണില്ലേ? അതല്ല ഡോക്ടറെ, എന്റെ കൂടെയുള്ള പ്രയത്നെ ഭയങ്കര തലയിറക്കവും ഛർദിലും വയറുവേനെ. കൺഗ്രാചുലേഷൻ. പ്രേതമാണെങ്കിൽ അതിനൊരു കുറവും വരുത്തില്ല. അതല്ലെന്ന്, അവക്ക് ഏതാ ബ്ലഡ് കണ്ട മാറി കുടിച്ചിട്ട് വയറുവേദന എടുക്കുന്നെന്നാണ് പറഞ്ഞത്. എടാ, അത് ഏതെങ്കിലും ദഹിക്കാത്തവന്റെ ബ്ലഡ് ആയിരിക്കും. ഈ സാധനത്തിനെ കാണാൻ പറ്റാതെ എനിക്ക് ചികിത്സിക്കാൻ പറ്റൂല സുഹൃത്തെ. കാണാൻ പറ്റാതെ? പിന്നെ ഡോക്ടർ അങ്ങനെ പറയലും കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ഡോക്ടർ പേടിച്ചു പോകും. ഡോക്ടർ കണ്ടിട്ടുണ്ടോ ഇവളാ? ഇവക്ക് നീളമുള്ള 2 ദംഷ്ട ഉണ്ട്. കമ്പ്യൂട്ടർ കാര്യം പറഞ്ഞു കൊടുക്കരുത്. ഈ ദംഷ്ട എന്തിനാണെന്നറിയാമോ? രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പം ചുമന്ന കണ്ണുമായിട്ട് അവൾ നിങ്ങൾ അടുത്തേക്ക് വരും. എന്നിട്ട് നിങ്ങളെ കൊരവള്ളി നോക്കി ഇങ്ങനെ കടിക്കാനായിട്ട് പിടിച്ചിട്ടുണ്ടല്ലേ, ഗിറ്റാറും വായിച്ചിട്ട് പോകും. ഗിറ്റാറിന്റെ കമ്പി കാണിച്ചാൽ പറ്റാലേ എനിക്ക് ചികിത്സിക്കാൻ പറ്റൂ. അപ്പൊ ഡോക്ടറിന് ഇവളെ കാണണം. അതിന് വല്ല വഴിയുണ്ടെങ്കിൽ പറ. കാണാൻ എന്ത്
കാണിച്ചു കൊടുക്കട്ടാ. അങ്ങ് കേറി നിക്കാണ്, അങ്ങ് കാണിക്കാൻ വയ്യ അങ്ങ്. ഡേയ്, നീ അങ്ങോട്ട് നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുക, എന്നെ നോക്കി സംസാരിക്കടാ. ഡോക്ടറെ കാണിക്കാൻ വഴിയുണ്ട്. പറ. ഈ ഓമന ബോർഡ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോ നടക്കും. ഓമന പോടാ. ഓ, ഈ ചതുരത്തിനകത്ത് ABCD ഒക്കെ എഴുതി വെച്ചിട്ട് ഒരു കോയിൻ എടുത്ത് വെച്ച് ഇങ്ങനെ കറക്കി പ്രയത്നം വിളിക്കുന്നേ. വേണ്ട, അത് ഓജോ ബോർഡ്. പക്ഷെ അത് വെച്ചൊരു കുഴപ്പമുണ്ട്. നിങ്ങളെ കൂടെ വന്നുകളയും ചിലപ്പം. വന്നുള്ള കാര്യം അറിയാലോ, കൊരവള്ളിയൊക്കെ വിഷയാവും. കാണിച്ചു കൊടുക്കട്ടാ, കാണിച്ചു കൊടുക്കട്ടാ, കാണിച്ചു കൊടുക്കട്ടാ. ഇപ്പൊ വേണ്ട ഡോക്ടറെ. ഓ, എന്ത് ഡോക്ടറെ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ആര് നല്ല കാര്യം പറഞ്ഞെന്നാലും പിന്താങ്ങി കൊടുക്കണോന്ന്. അങ്ങോട്ട് മാറിയില്ല ഡോക്ടറെ, അങ്ങോട്ട് എന്റെ പിന്നിൽ താങ്ങുന്ന. നീ കുറെ നേരം കൊണ്ട് നുണ പറയണില്ലേ? അതിനെ കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാം, അല്ലാതെ എനിക്കിതിനെ വിശ്വസിക്കാൻ പറ്റൂല. മനസ്സിലായ? ആരാ കൈ പിടിച്ച് കളിക്കണത്? ഓ, ജഗദീഷ് ജഗദീഷ് ജഗദീഷ്. ഉണ്ടപ്പോരി ആരാ കൈ പിടിച്ച് വലിച്ചോണ്ട് പോണ്ടാർക്കാ? ഇപ്പൊ വിശ്വാസായ, ഇപ്പൊ വിശ്വാസായ. എന്റെ കൈവാക്കിന് വന്ന അവളെ ചെവിക്കൽ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞാലേ കേട്ടാ. അടിച്ചു പൊട്ടിയടാ, അടിച്ചു പൊട്ടിയടാ. തീർന്ന് നിർത്താൻ പറയണ മുന്നിലോട്. ഡോക്ടറെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അല്ല, നീ എവിടെന്നെങ്കിലും പോയി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് എന്റെ ആശുപത്രിയിലോട്ട് വലിച്ചോണ്ട് വരാതെ എവിടെയെങ്കിലും കൊണ്ട് കളയടാ. കളയാനോ? ഓ, എന്റെ നീലിയെ കളയാനോ? കളയായി. ഡേയ്, ഒറ്റയ്ക്ക് തിന്നാ എനിക്കെടുത്തു. എന്റെ നീലിയെ കളയാനാ? ഒരു ദിവസം പാതിരാത്രി 12 മണിക്ക് ഞാൻ വെട്ടുന്ന റബ്ബറും കാട്ടി ഇവളെ കൊണ്ടുകളയാൻ വേണ്ടി പോയി. അമ്മച്ചാണെ കൊണ്ടുകളയാൻ പോയാണ്. നിലാവുള്ള രാത്രി ഇവള് ഒറ്റയ്ക്ക് തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വടക്കേ ഇന്ത്യൻ കാറ്റുണ്ട്. ഓ, ഭയങ്കര ബംഗാളിയുടെ നാട്ടമാണ് കാറ്റ്. ഇവളെ മുടിയഴകളിൽ ഇങ്ങനെ തട്ടിത്തലോടി പോകുമ്പോണ്ടല്ലേ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല സാറേ. കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും കൈകൊട്ട്. ഡോക്ടറെ, ഓ, നിങ്ങൾ എന്തൊരു ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്ന. പിന്നെ നിന്റെ നുണക്കഥയുടെ കൂടെ ഈ പാട്ടും കൂടെ കയറി പോണേ പോട്ടാ. എടേ, നിനക്ക് ഈ സാധനത്തിന് എനിക്ക് വിളിച്ച് കാണിച്ചു തന്നാ ഞാൻ ചികിത്സിക്കും. കാണിച്ചു തരണോ? ഇല്ല കാണിച്ചു കാണിച്ചു കൊടുക്കട്ടാ, കാണിച്ചു കൊടുക്കട്ടാ, കാണിച്ചു കൊടുക്കട്ടാ. കേറി നിക്കാണ് ഞാൻ പൊട്ടിക്കുന്നു. ഒറ്റയ്ക്ക് സംസാരിക്കാതെ കാണിക്കാൻ പറ്റുമോ? ഇല്ലേ? ഞാൻ അവളോട് സംസാരിച്ചു. സാധാരണ അവൾ അങ്ങനെ വേറൊരാളടുത്ത് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതല്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അവൾ സമ്മതിച്ചിട്ടുണ്ട്. ഒരു പൊടിക്ക് കണ്ടാ മതി. കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറിന് പേടിയുണ്ടാ? നീ പേടിക്കാതിരിക്കുക, എന്റെ കൈ പിടിച്ചോ. അപ്പൊ ഞാൻ മന്ത്രം പറയട്ടാ. പറ. കാട്ടി പോവാ, വാ, വീട്ടിൽ പോവാ, വാ. ഊളനെ കണ്ടാ പേടിക്കോ? ഇതാണ് കല്ലേങ്കാട്ട് നീലി. ഇതാണ് കല്ലേങ്കാട്ട് നീലിന്ന്. ഇടാ, ഇതിനെ കണ്ടിട്ടാണ് നീ പറഞ്ഞ എന്റെ കൊരോള കടിച്ചു പൊട്ടിക്കൂ. എന്റെ പൊന്നെ കൂടെ കൊണ്ട് പോയാൽ നിങ്ങളെ ജീവന് വരെ ആവത്താവൂ. നിങ്ങളെ ജീവന് വരെ ആവത്താവൂ. ഞാൻ ഇനി എത്ര കാലോടാ ഇവിടെ നിക്കണ്ട. കാര്യം ഞാൻ പറഞ്ഞ ഭയങ്കര വിഷയാവും. ഇവിടെ ഒരു വിഷയമില്ല, ഇത് ഇവിടെ നിക്കട്ടെ. അതെ, പേഷ്യന്റിന്റെ കൂടെ ഒരാൾ നിന്നാ മതി കേട്ടാ. അതെ അതെ, പേഷ്യന്റ് കൂടെ ഒരാൾ മതി. അല്ലെ പിന്നെ ഭയങ്കര പ്രശ്നം ഇല്ലേ ഡോക്ടറെ? ഇറങ്ങി പോടാ. പേഷ്യന്റിന്റെ കൂടെ ഒരാൾ മതി. പേഷ്യന്റ് കൂടെ ഒരാളല്ലേ ഉള്ളു. ഓ, ആ ഒരാളാണ് ഞാൻ. നിന്റെ അടുത്ത് പോവാൻ ഞാൻ പോവൂല. പോവൂല? പോക്കിച്ചേരാ. മരുന്ന് വാങ്ങിച്ചോണ്ട് വാ. ഇത് കൊതുകരിയല്ലേ? കൊതുക് എന്തേലും കുടിക്കണ? ചോര. യക്ഷി എന്തേലും കുടിക്കണ? ചോര. അപ്പൊ കൊതുകിന്റെ വർഗത്തിൽപ്പെട്ടാണ് യക്ഷി. പോയിട്ട് വാ. ഞാൻ പോവൂല, ഞാൻ പോവൂല. നീലി ഗോപാലേ, പോയി വാങ്ങിച്ചോണ്ട് വാടാ. ബ്ലൂലി. ബ്ലൂലിയോ? അവനെ കണക്ക് വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തല്ല, ഞാൻ ഒരു ഡോക്ടർ അല്ലേ. പക്ഷെ ഡോക്ടറെ, എനിക്ക് നീലിന്ന് വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം ചന്ദ്രാന്ന് വിളിക്കുന്നതാ. എന്റെ പൊന്നു കൊച്ച്, പയ്യപ്പറ ആ പേര്. അത് കേട്ടാ ഒരുത്ത ഇപ്പൊ ചാക്കും കൊണ്ട് ഇങ്ങോട്ട് കേറി വരും. ചാക്ക് ചന്ദ്രായി. നീലി, ഞാൻ ഒരു കാര്യം ചോദിക്കാം. എന്റെ അമ്മുമ്മയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രേതങ്ങൾ ചുണ്ണാമ്പ് ചോദിക്കുമെന്ന്. സത്യമാണ്? അയ്യോ എന്റെ ഡോക്ടറെ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഞങ്ങൾ ന്യൂജൻ പ്രേതങ്ങൾ ചോദിക്കുന്നത് മയോണൈസാ. അതാവുമ്പോ ഫിഗറും കറക്റ്റാ, ടേസ്റ്റും ഉണ്ട്, നാക്കും വെള്ളത്തില. ഈച്ചണ്. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടാ. ഈ നിന്നെ ഇത്രയും കാലം തളച്ചിട്ടിരുന്നത് ആര്? ഡോക്ടറെ, എന്റെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ. അതേത് പ്രായം? ഒരു 10-22 വയസ്സൊക്കെ കാണുമായിരിക്കും. അപ്പൊ ചുമ്മാ ആ പ്രായത്തിലൊക്കെ എല്ലാവർക്കും അറിയാം. കള്ള കഥ പറയാതെ ഉള്ളത് പറ. അതല്ല ഡോക്ടറെ, ആദ്യമായിട്ട് എന്നെ സുധാകരേട്ടൻ, പിന്നെ ദിവാകരേട്ടൻ. നിന്നെ വളച്ചോറ കേസല്ല, നിന്നെ തളച്ചോറ കേസാണ് ചോദിച്ചത്. മേപ്പാടിനെങ്ങാണ്ട്. അല്ല ഡോക്ടറെ, എനിക്ക് ഗുളിക ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ദേഹത്ത് പുരട്ടാൻ എന്തെങ്കിലും തരാവോ? ഒരു കുപ്പി അത്ര മതിയാ?
ഹത്തറ പുരട്ടുന്ന കാര്യമല്ല കുരുവേ, എന്റെ ദേഹം എല്ലാം ചൊറിഞ്ഞു തടിക്കും, എനിക്ക് വെയിലത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന്. അതിന് വല്ല സൺസ്ക്രീമും മാറി തേക്കി പോയി. ഇല്ല, ഇവിടെ എങ്ങും ഇല്ല. നിങ്ങൾ പറഞ്ഞ സാധനം ഇവിടെ എങ്ങും കിട്ടാനില്ല. കൊതുക് തിരി ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ എല്ലാം ബാറ്റാണ് ഉപയോഗിക്കുന്നത് കൊതുകിനെ കൊല്ലാൻ. ഒരു കാര്യം ചെയ്യും, ഒരു ടെന്നീസ് ബാൾ വാങ്ങിച്ചോണ്ട് വാ. അതിന് എന്നിട്ട് അവിടെ നിന്ന് പോയി ഇന്ന് ടെന്നീസ് കളി. പോടാ. തള്ളി പറയുന്ന പോവൂല. ദാ, ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വാ. ഇതെന്തൊരു കൊതുക് കൊലയല്ലേ? ഓ, ഈ ജംഗ്ഷനിൽ വാങ്ങിക്കില്ല, അടുത്ത ജംഗ്ഷനിൽ പോയി വാങ്ങിക്കണം. അടുത്ത ജംഗ്ഷൻ വരെ ഇപ്പോൾ ആട്ടോക്കൂലിക്ക് പൈസ ഇല്ല. കെട്ടിയെടുക്കാൻ 10 രൂപ. 10 രൂപ ബസ്സിൽ പോടാ. പോടാ, എത്തി ഇറങ്ങി. നീലി പറയുന്ന കേട്ടാ. കോപ്പല്ല, പോയി വാങ്ങിച്ചോണ്ട് വാടാ. കേൾക്കുമ്പോഴാണ് എനിക്ക്. എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നു? ഞാൻ ദിവസവും രാവിലെ വ്യായാമം ചെയ്യും. ഓ, അപ്പൊ പശുവിന്റെ ആരെങ്കിലും ആണോ? പശുവിന്റെ ആരെങ്കിലും? അല്ല, രാവിലെ മേയാൻ പോകുമെന്ന് പറഞ്ഞു. അയ്യോ, ദിവസവും വ്യായാമം ചെയ്യുമെന്ന്. ഇപ്പൊ എത്ര വയസ്സായി? ഞാനിപ്പോ 150K അടിച്ച് നിക്കുകയാണ്. ഓ, അപ്പൊ എന്റെ മുതുമുത്തശ്ശി. ഓ, ഞാൻ ചിരഞ്ജീവിയാണ് മനുഷ്യ. അപ്പൊ തെലുങ്കത്തി പറഞ്ഞാണ്ടി. ഇനി പോവാൻ പറയില്ലല്ലോ എന്റെ അടുത്ത്. ഇനി പോവാൻ പറയില്ലല്ലേ? സുഹൃത്തെ, ഒരു കാര്യം കൂടി, ഇത് പെട്ടെന്ന് ചെയ്യണം. അർജന്റ്. ഇവിടുന്ന് നേരെ ഇറങ്ങി വലത്തോട് തിരിഞ്ഞ് 6ാമത്തെ വളവ് കഴിഞ്ഞ കടപ്പുറം പോയി വല വീശറ പട്ടി. നീലി ഇത് പറയുന്ന കേട്ടാ. കോപ്പല്ല, പോയി വല്ല വീശടാ. നടക്കൂല. സർക്കാർ ജോലിക്കാരനെ കണ്ടപ്പോഴത്തേക്ക് പാവം റബ്ബർ വെട്ടുകാരൻ നിനക്ക് വേണ്ട അല്ലടി. ആടി പൊടിക്കണല്ലേ ഉണ്ടാ പൊലകളി ആടാനായിട്ട്. ചവള ഞാൻ കുത്തിക്കീറി. ഞാൻ ഒരു രക്ഷയുടെ ഗതികേട് നിങ്ങൾ കേൾക്കണം. നേരം വെളുത്ത് 4 മണിക്ക് ഇരട്ടി ഞാൻ ഇവന് റബ്ബർ വെട്ടണം, ഷീറ്റടിക്കണം, പാലെടുക്കണം. നടക്കത്തില്ല. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. ഞാൻ ഈ മാമന്റെ കൂടെ പോവുകയാണ്. കിടക്കട്ടെ, പാവോടാ, കിടക്കട്ടെ. കണ്ട, റേഷൻ കടയിൽ നിന്ന് പേര് വെട്ടിയിട്ട് അവള് പഞ്ചാരച്ചാക്കോട്ട് ക്യൂ നിൽക്കുന്ന ഇപ്പണ്ട. നീലേ, ഇങ്ങോട്ട് പറയ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. പക്ഷേ യവനാ ഇങ്ങോട്ട് മാറുന്നില്ലടാ നീ. 10-65 വയസ്സായി. അടുത്ത കർക്കിടക ബാബു വരെ എത്തുമെന്ന് പോലും നിനക്ക് അറിഞ്ഞൂടാ. ആ നിനക്ക് ഇത്ര ചാട്ടോ ഇല്ലേ? അതും ഒരു യക്ഷയെ കണ്ടപ്പം കണ്ടാ പിടിച്ച് നിന്റെ തൊലി വരെ എന്റെ കൈ വന്ന്. എലാസ്റ്റിക് എന്റെ ശരീരത്തിൽ നിനക്ക് അത് നീ പുളുത്തു. റബ്ബർ വെട്ടുകാരാ, നിങ്ങളിത് കണ്ടോ മാമ? റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ അവിടെ വേണ്ടിട്ട് കെട്ടിയേക്കുന്നല്ല. 2 റബ്ബറിലെ പാലെടുക്കാൻ പറഞ്ഞതിന് അവൻ എന്റെ തലയെ റബ്ബർ പിടിച്ച് മുക്കി കൊല്ലാൻ നോക്കിയാണ്. ഇവരുടെ കൂടെ ഞാൻ പോണോ മാമ? ഇവരുടെ കൂടെ ഞാൻ പോണോ? എന്തോടാ ഇത്? ഞാൻ കുറച്ച് ടോക്സിക്കാ. പോണ്ടേട്ടാ, ഇവിടെ കിടക്കാം. ഡോക്ടറെ, ആത്മാർത്ഥമായിട്ടൊരു ആത്മാവിനെങ്കിലും സ്നേഹിച്ച് കെട്ടി ജീവിക്കാന്ന് വിചാരിച്ചപ്പം അവളും എന്നെ തേച്ച്. ഇനി ഞാൻ എന്ത് ചെയ്യും ഡോക്ടറെ? നീ ഓൺലൈനിൽ ഓർഡർ ചെയ്തപ്പോഴല്ലേ നീലിനെ കിട്ടിയാ? അതെ. നീ ഒന്നുകൂടെ ഓർഡർ ചെയ്യടാ. അപ്പഴാ ഡിലൂലുനെ കിട്ടിയാലാ? അതെന്തിനി? അതല്ല ഇപ്പൊ ട്രെൻഡ്. ഡോക്ടറെ, വെറും ഡോക്ടർ അല്ല, ഇട്ടിച്ചാൻ കേറ്റി. നിങ്ങൾ ഭയങ്കര ചിരിയായിരുന്നല്ലോ. ഡോക്ടർ വരുന്നായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഡോക്ടർ അവിടുന്ന് വന്നപ്പോ തന്നെ അവിടെ ബാക്കി ഇരിക്കുന്ന പേരെന്നാ? മികാഷ. നൈസ് നെയിം. മികാഷ ഭയങ്കര ചിരിയായിരുന്നു. എന്നെ ചിരിക്കാനുള്ള കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ അറിയാവോ, അതോ ഇവിടെ ഉള്ള ആരെങ്കിലും മികാഷ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണം. അതല്ല, നടന്നു എന്നെ കണ്ടപ്പോ എനിക്ക് വിലാസ് നടന്നപ്പോ ആലുമ്പൂടെ വരും പോലെ. അപ്പൊ ക്യാരക്ടർ ഹിറ്റായി അല്ലെ? ഡോക്ടർ എന്നുള്ള ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു. അഞ്ജനെ പിന്നെ എവിടെ കൊണ്ടിട്ടാലും ഓക്കെയാണ്, നിന്നോളൂ. ഇതിപ്പോ ഇവരോട് ആദ്യമായിട്ടല്ലേ? ഇവർ നേരത്തെ വേറെ ഏത് ടീമിൽ കൊണ്ടുള്ള അഞ്ജന പിന്നെ ഓക്കെയാണ്. ഈ ഡ്രസ് ഹൗസിന് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടി വന്നു. അവിടെ സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ അഞ്ജന ഈ ഭാഗത്ത് നിക്കാണ് ഒറ്റയ്ക്ക്. പല്ല് പറിച്ച് എന്തൊക്കെയോ കാണിക്കുന്നു. തുടച്ച് തിരിച്ചു വെക്കലും എന്തൊക്കെയോ നടക്കണ്ടായിരുന്നു. ആക്ടിവിറ്റീസ്. അഞ്ജനയാണ് സ്പോയിലർ. ബിക്കോസ് അഞ്ജന ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ ആണ്. അഞ്ജന സ്വന്തം ഒരു ക്യാരക്ടറാണ്, ഒരു ഫുൾ സിനിമയാണ് അഞ്ജന ഹെർസെൽഫ്. സോ അഞ്ജന, യു ആർ ടു ഗുഡ്. എന്തായാലും ബാറ്ററി നമുക്ക് നോക്കാം. ബാറ്ററി നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ എന്റെ ദൈവമേ, ആ പ്രേതമൊന്ന് വീട്. ക്രൂരമായൊരു നോട്ടം ബാറ്ററിന്. എന്നിട്ട് എന്നെ മര്യാദയ്ക്ക് അവർക്ക് ദേഷ്യം വെച്ച് കടിച്ചു. അതെ, എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ കൊരവള്ളി ചേച്ചി, ആ 20,000 ഒന്ന് ഇട്ട് കൊടുക്കാവോ?
അങ്ങനെ പ്രേതത്തിനും ടീമിനും കിട്ടിയിരിക്കുകയാണ് 20,000 രൂപ.